ഞാൻ ചോദിക്കുന്നതേ, എനിക്കൊരു ചോദ്യം കൂടെ അങ്ങോട്ട് ചോദിക്കുക. അപ്പൊ ഭക്തർക്ക് വേണ്ടിയിട്ട് തന്നെ. ആ ഈ സന്യാസിമാരായിട്ടുള്ളവർ കാവി ധരിച്ചോണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചു നിയമമുണ്ടോ? ഏതനുഷ്ഠാനത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്? ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ധരിക്കാം. അനാരോഗ്യം പ്രത്യക്ഷമാകാൻ തുടങ്ങിയെന്ന് തോന്നുമ്പോൾ ആർക്കും കാവി ധരിക്കാം. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തനം നടത്തുന്നവർക്ക് കരുതലായിട്ട് കാവി ഉപയോഗിക്കാം. കാവി വസ്ത്രം, ചന്ദനപ്പുടവ, അതായത് ഗൈരം മുക്കിയ ചന്ദനപ്പുടവ ഉപയോഗിച്ചുകൊണ്ട് ഡ്രസ് കോഡ് ഇല്ലല്ലോ. കഷായം എന്ന് പറയുന്നത് ഒരു മരുന്നാണ്, ഒരു കഷായമാണ്. അതൊരു ഡ്രസ് കോഡല്ല. വേറൊരു കാര്യം കൂടി പറയാം. ഒന്നിനും കോഡില്ല, ഡ്രസ് കോഡും ഇല്ല. അതായത് നമ്മള് സന്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്റെ ആയുസ്സില് ഏറ്റവും അവസാനത്തെ പാദത്തിൽ അയാൾ സ്വീകരിക്കുന്നത് സന്യാസമാണ്. ബ്രഹ്മചര്യം, വാനപ്രസ്ഥ, സന്യാസം. ഒരു വലിയ സമൂഹത്തിന്റെ ആചാര്യൻ സന്യാസി ശ്രദ്ധ പറഞ്ഞു, പൂണൂല് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഷർട്ട് ഊരിക്കൊണ്ടിരുന്ന ബ്രാഹ്മണന്മാരെന്ന്. അങ്ങനെയുണ്ടെങ്കിൽ അവരോട് ആദ്യം പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. ഈ പൂണൂല് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഷർട്ട് ഊരുന്നതെങ്കിൽ ഇപ്പൊ ഒരുപാട് വിഭാഗങ്ങൾ ഈ ആത്മീയ കർമ്മത്തിനായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അവരെല്ലാം പൂണൂല് പൊട്ടിച്ചെറിയണം. വേണമല്ലോ. നമ്മുടെ ആത്മീയ കർമ്മങ്ങൾക്ക് ഇരിക്കുമ്പോ പാശം ധരിക്കേണ്ട കാര്യമില്ല. പാശം വേണ്ട. പറയുകയും അതിന് വിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്യും. ഈ പൂണൂലിന്റെ കൂടെ ഞാൻ പറഞ്ഞ രുദ്രാക്ഷം കൂടി പൊട്ടിച്ചു കളയണം. പഞ്ചേന്ദ്രിയങ്ങളെ പഞ്ചഭൂത സേവയ്ക്ക് വേണ്ടിയിട്ട് മാറ്റുമ്പോ നമ്മളുടെ പ്രഥമ ദൃഷ്ടിയ നമ്മളുടെ ശരീരത്തില് രുദ്രനെ കണ്ടിട്ടാ അത് ചെയ്യുക. രുദ്രനെ തന്നെ ധരിച്ചുകൊണ്ടാണ് രുദ്രനാവാതിരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചഭൂത പ്രീതിക്ക് വേണ്ടിയിട്ട് ഈ ആളുകൾ മഹാവൈഷ്ണവ ആരാധനയിലൂടെ ഈ ഭൂമിയെ പരിപാലിക്കുന്നത്. എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തോന്നിയ, മാനസികമായിട്ട് ഇവിടുത്തെ വിശ്വാസികളെയും ഭക്തരെയും പീഡിപ്പിച്ചുകൊണ്ടാണ് ഈ ഷർട്ട് ഊരേണ്ട സ്ഥലങ്ങളിൽ, അമ്പലങ്ങളിൽ നിങ്ങൾ പോവാൻ പാടില്ല എന്ന് പറയുന്ന ഏത് അനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്? ആരാണ് അതിന് അങ്ങനെ പറയാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്? അത് ഞാൻ എല്ലാ ആളുകളോടുമായിട്ട് പറയുക. അതായത് നമ്മള് സ്വയം ചിന്തിക്കുക. ഇപ്പൊ ഞാൻ എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും, ചിലപ്പോ അറിവ് പറയും. ഇത് അറിവാണോ അഭിപ്രായമാണോ? നമ്മൾ ഒന്ന് ചിന്തിക്കുക. ചിന്തിച്ചതിന് ശേഷം ആചരണങ്ങളെ ചിട്ടപ്പെടുത്തുക. നമുക്കെല്ലാവർക്കും ചിന്താശേഷിയുള്ളവരാണ്. നമ്മളെല്ലാവരും ചിന്തിക്കണം, എന്താണിത്? അത് ചിന്തിച്ചതിന് ശേഷം വേണം നമ്മൾ ഓരോ ആചരണങ്ങളും ചെയ്യാനായിട്ട്.